വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ട് നോക്കിയാൽ തന്നെ കാണാം മാർക്കറ്റ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇന്നലെ വളരെ നന്നായി താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇറങ്ങിയതിനു ശേഷം ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. മുകളിലോട്ട് പോയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അതായത് ഇന്നത്തെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് ചിലപ്പോൾ കുറച്ചും കൂടി വന്നിട്ട് ഇവിടേക്ക് ഈ ലോയിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഏരിയനെ നമ്മളൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്തും മാർക്കറ്റ് താനുള്ള ഒരു സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ അതിന്റെ തൊട്ടടുത്ത് വരെ മാർക്കറ്റ് ഏറെക്കുറെ എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരിക്കൽ കൂടി അവിടേക്കും വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസും ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. നോക്കിയാൽ കാണാം മാർക്കറ്റ് ഓവറോൾ നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടൊരു പ്രഡിക്ഷൻ നടത്താനോ അല്ലെങ്കിൽ മൂവ്മെന്റ് എങ്ങോട്ടായിരിക്കുമെന്ന് പറയാനോ പറ്റാത്തൊരു അവസ്ഥയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്നു ഇന്നലെ. എന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് തന്നെ കയറിപ്പോയി. അതിന്റെ തലേ ദിവസങ്ങളിലൊക്കെ നോക്കിയാൽ കാണാം ഒരു ബെയറിഷ് പ്രഷർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബുള്ളിഷ് പ്രഷർ ചെറുതായിട്ട് വരുന്നുണ്ട്. പക്ഷെ രണ്ട് സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ക്യാൻഡിൽസ് നോക്കിയാൽ കാണാം നല്ല രീതിയിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് എവിടേക്ക് എത്തും എങ്ങനെയെന്നൊന്നും പറയാൻ കഴിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും നമ്മൾ ഇൻട്രാഡേ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കുറച്ചും കൂടി നല്ല ഏരിയാസ് അല്ലെങ്കിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ ശ്രമിക്കാം. അതിന് ആദ്യമായിട്ട് പോകുന്നത് 1 അവറിലേക്കാണ്. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്തൊരു ലൈൻ ആയിരുന്നു ഈ ഒരു ബ്ലൂ ലൈൻ. ഈ ബ്ലൂ ലൈൻ ഒരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു. ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നോക്കിയാൽ കാണാം ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഇംബാലൻസിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന് താഴെ വന്നു കഴിഞ്ഞാൽ ഇന്നലത്തെ ലോ എന്ന് പറയുന്നത് ഇവിടെയാണ്. അതിനൊരു സപ്പോർട്ടുമായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് സ്ട്രോങ് ആയിട്ട് ഇവിടെ എന്തുണ്ട് ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ പലതവണ മാർക്കറ്റ് വന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് അതിന്റെ അടുത്തേക്ക് വന്നിട്ട് മാർക്കറ്റ് ചെറിയൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്ലൈ നടന്നൊരു ക്യാൻഡിലാണ്. സപ്ലൈ നടന്നത് മാത്രമല്ല അവിടെ ഒരു ഇംബാലൻസും കൂടി ഉണ്ടായിരുന്നു. ആ ഒരു ഇംബാലൻസ് ഇന്ന് എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. ഇനി ഒരുപക്ഷെ എടുത്തതിന് ശേഷം കുറച്ച് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും അതിനെ ഒരു ഇംബാലൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ മറ്റൊന്നും തോന്നുന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഒരു ഇംബാലൻസിലേക്ക് വന്നു കഴിഞ്ഞ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. മറ്റൊരു ഹൈയും കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യാതെയാണ് താഴോട്ടേക്ക് വരുന്നത്. അപ്പൊ അതിനർത്ഥം കുറച്ച് താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് സംഭവിക്കുക മാത്രമല്ല അവിടെ ഒരു റീടെസ്റ്റ് നടന്നിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ വരച്ചിരിക്കുന്ന ഒരു ഏരിയയിലേക്ക് അതിന്റെ കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ആ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ബുള്ളിഷ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നലെ ഒരു ബുള്ളിഷ് ഇതാണ്. നല്ല കൃത്യമായി പുൾ ബാക്കുകൾ തന്ന് ആണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു വരവ് അതായത് ഈ ഒരു വരവ് ഒരുപക്ഷെ ഈ ഒരു ലോയിനെ ഞാൻ ലോ ഒന്നുകൂടി കാണിച്ചു തരാം. ഈ ഒരു വരവ് എന്ന് പറഞ്ഞാൽ ഈ ലോയിനെ ബ്രേക്ക് ചെയ്യാനായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഈ ലോ വരെ ഒരുപക്ഷെ വന്നതിന് ശേഷം ഒരു സപ്പോർട്ട് എടുത്തേക്കാം. ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരുപക്ഷെ ഇംബാലൻസിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയേക്കാം. ഇംബാലൻസിൽ നിന്ന് സപ്പോർട്ട് കിട്ടി ഇവിടെ നോക്കണം റീടെസ്റ്റ് ചെയ്യാത്ത ഏരിയയും കൂടി ഉണ്ട്. അപ്പൊ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങിയേക്കാം. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് ഇവിടെ നിന്ന് നല്ലൊരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ കിട്ടുകയാണ് അല്ലെങ്കിൽ റിവേഴ്സൽ പാറ്റേൺ കിട്ടുകയാണെങ്കിൽ ഒരു എൻട്രി ഉണ്ട്, ഒരു ബൈ എൻട്രി ഉണ്ട്. അങ്ങനെ ബൈ എൻട്രി വെക്കുകയാണെങ്കിൽ വരാവുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടാർഗറ്റ് ആണ്. അതായത് ഈ ഒരു ഹൈ ആണ് നമ്മൾ ഓൾറെഡി നേരത്തെ മാർക്ക് ചെയ്ത ഒരു റെസിസ്റ്റൻസ് ഏരിയ കൂടിയാണത്. അപ്പോൾ ഇവിടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് എത്തുമോ എന്നുള്ള കാര്യം ഇത്തിരി സംശയമാണ്. കുറച്ച് ബിൽഡ് ചെയ്തിട്ടായിരിക്കും അവിടേക്ക് എത്തുക. കാരണം മാർക്കറ്റ് നോക്കിയാൽ കാണാം താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ഇറങ്ങി വരുന്നത്. ഈ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നതും നല്ലൊരു കൺസോൾട്ടേഷൻ ഏരിയ ആണ്. അപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി കാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ ഇതുപോലെ തന്നെ നല്ല പാറ്റേണുകളോ മറ്റോ കിട്ടുന്ന സമയത്ത് മാത്രം രണ്ട് സൈഡിലേക്കും ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ ചുമ്മാ ചെറിയ പാറ്റേണുകളിലോ അല്ലെങ്കിൽ ചെറിയ റിവേഴ്സൽ കാണുന്ന സമയത്തും എടുക്കാതിരിക്കുക.
അപ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു സെൽ എൻട്രി ആയിരുന്നു. താഴോട്ടേക്കുള്ള ഒരു സെൽ എൻട്രി ആയിരുന്നു. ആ സെൽ എൻട്രിയുടെ ഒരു അപകടം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു പക്ഷെ ഒന്ന് വീണ്ടും മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഒന്ന് സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡോട് കൂടിയാണ് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇംബാലൻസിലേക്കോ അല്ലെങ്കിൽ സപ്പോർട്ടിലേക്കോ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ റെഡ് ലൈനിലേക്കോ അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്കോ വരാനുള്ള സാധ്യത. ഇവിടെ ഒരു ഹൈ ഉണ്ട്, അവിടേക്ക് അതൊക്കെ ഇമ്പോർട്ടന്റ് ആയ ഏരിയ ആണ്. അപ്പോൾ ഇവിടുന്ന് നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് എവിടുന്നെങ്കിലും നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, ഒരു ക്യാൻഡിൽ സ്റ്റിക്സ് കൺഫർമേഷൻ ഇതുപോലെ വലിയൊരു ക്യാൻഡിലോ അല്ലെങ്കിൽ നല്ല റിവേഴ്സൽ പാറ്റേണോ മറ്റോ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം എന്നാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഏരിയ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇനി സെൽ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം, ഇവിടെ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പൊ ഇതിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ, ഇതിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നല്ലൊരു ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് തന്ന് ഒന്ന് മുകളിലോട്ട് പോയി ഒന്ന് സസ്റ്റെയിൻ ചെയ്തിട്ട് താഴോട്ടേക്ക് വരുന്ന സമയത്ത്, സസ്റ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് തന്നു കഴിഞ്ഞ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് ഒന്ന് റീടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്നൊരു ബൈ എൻട്രി ഉണ്ട്. ഇവിടെ നിന്ന് ആക്ച്വലി ഒരു ബൈ എൻട്രി നമുക്ക് ഉള്ളൂ സത്യത്തിൽ എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു ബൈ എൻട്രി ഇവിടെ നിന്ന് തന്നെയാണ്. ഇതിന്റെ ഉള്ളിലുള്ളൊക്കെ ബൈ എൻട്രികൾ ഒരുപക്ഷെ ഒന്ന് മുകളിലോട്ട് പോയിട്ട് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. കാരണം കൺസോൾട്ടേഷൻ ഏരിയ ആയതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത്. ഇനി അഡീഷണൽ കാര്യം കൂടി നോക്കാവുന്നതാണ്. ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് താഴോട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സെൽ എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നേരത്തെ നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും സെൽ എൻട്രി കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അത് വലിയ ക്യാൻഡിലോ വലിയ ക്യാൻഡിൽ സ്റ്റിക്സ് കൊണ്ട് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറി പോരുത്. ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചെറിയൊരു റീടെസ്റ്റ് വന്ന് കുറച്ചു നേരം ഇങ്ങനെ നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ റീടെസ്റ്റോ നടത്തിയതിനു ശേഷം താഴോട്ടേക്ക് വരികയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ BTCയിലുള്ള എൻട്രി സാധ്യതകൾ. ഇപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.